പറ്റൂല. അവർ കുറ്റം ചെയ്താലോ ഇരട്ടി ശിക്ഷ. സാധാരണ സ്ത്രീകൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അത് പിടികിട്ടിയാൽ അവരെ 100 അടി അടിക്കണുള്ളൂ. നബിന്റെ ഭാര്യമാര് അത്തരം ഒരു വിഷയം ചെയ്തതായിട്ട് തെളിഞ്ഞിട്ടില്ല ഇരിക്കട്ടെ. പക്ഷെ അങ്ങനെ വ്യഭിചാര കുറ്റത്തിൽ അകപ്പെട്ടതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ അവര് 200 അടി അടിക്കണം 200 അടി അടിക്കണം അതുപോലെ. അപ്പൊ ശിക്ഷ വരുന്നിടത്തും അവർക്ക് ഇരട്ടിയുണ്ട്. നന്മ ചെയ്യുന്നിടത്ത്, ആരാധന നടത്തുന്നിടത്തും അവർക്ക് കൂലി ഡബിളാണ്. അത് ഖുർആൻ പറഞ്ഞു. മറ്റേ അജ്റുഹു മർറത്തൈനി, ഉജൂറുഹുന്ന മർറത്തൈനി എന്ന് പറയുന്നത് ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് വ്യക്തമായിട്ട് അത് സംബന്ധിച്ച് പറഞ്ഞ തന്നെ അത് കേൾപ്പിച്ച നബിന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പ്രത്യേകം അഭിസംബോധനം ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾ നിയമങ്ങളൊക്കെ സൂക്ഷിച്ച് നടക്കുകയാണെങ്കിൽ മറ്റുള്ള ഒരൊറ്റ സ്ത്രീകളെ പോലെയല്ല നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പദവി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ സംസാരത്തിൽ വലിയ വിനയൊന്നും കാണിക്കരുത്. വിനയം വിധേയത്വം കാണിക്കും തോറും അവിടെ കുറച്ച് മുനാഫിക്കുകൾ അവർ കടത്തോടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഫലാ തഹ്വന ബിൽ ഖൗലി. ആരോടായി പറയുന്നത്? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ആരോടായി പറയുന്നത്? നബിന്റെ ഭാര്യമാരോട്. അവിടുത്തെ പ്രത്യേക പശ്ചാത്തലം വെച്ചിട്ട് അള്ളാഹു നിർദ്ദേശിക്കാം. നിങ്ങൾ ലസ്തുനക അഹദിമിനൻ നിസായി, സ്ത്രീകളിലുള്ള ഒരാളെ പോലെയുമല്ല നിങ്ങളുടെ സ്ഥിതി. അതിലെന്തൊക്കെ വ്യത്യസ്തമായ സ്ഥിതി നിങ്ങൾക്കുണ്ട്, ഒരു പശ്ചാത്തലം. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ വിജയത്തോടുകൂടി മഹിമയോടുകൂടി ഒന്നും സംസാരിക്കണ്ട. അത് വൈകാരിക ലൈംഗിക ബന്ധങ്ങൾക്ക് ഒരു പഴുത് കിട്ടും എന്നുള്ള ധാരണ സംസാരം കേൾക്കുന്നവർക്ക് തോന്നിപ്പോകരുത്. പച്ചയായിട്ട് പറഞ്ഞാൽ പതാണ് തോന്നിപ്പോകും. അങ്ങനെ സംസാരം വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ആ വക്രതയുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും നിങ്ങളിൽ നിന്നുണ്ടാവരുത്. പിന്നെ ചടവട്ടം പോലെ ഉച്ചത്തിൽ ചടപടാക്കി സംസാരിക്കണമെന്നോ അല്ല. കൗലം മഅറൂഫ, നല്ല നിലക്കുള്ള സംസാരങ്ങൾ, ഈ വക ആ ശൃംഗാരമൊന്നും കൂടാത്ത രൂപത്തിലുള്ള നല്ല നല്ല സംസാരങ്ങൾ സംസാരിച്ചോളൂ. മനുഷ്യത്വം വിടണ്ട, നല്ല നിലക്ക് സംസാരിച്ചോളൂ. പക്ഷെ അതിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹക്കാരനുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പഴുതുണ്ട്, സാഹചര്യം കിട്ടും എന്ന് തോന്നിക്കുന്ന വിധത്തിലൊന്നും സംസാരിച്ചു പോലും. ഇതാ പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ തന്നെ വ്യക്തമാക്കി പറയാം. അത് മനസ്സിലാക്കണം. ഇതൊക്കെ ഇവിടെ പല സ്റ്റേജുകളിലും പല ബുക്കുകളിലും പല മാസികളിലും ഒക്കെ ആയത്തിരുത്തിട്ട് ദുര്യാഖ്യാനം ചെയ്യുന്നത് ധാരാളം കേട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങിയിരുന്നോ. അവർക്ക് അവിടെ ഓഫീസ് വർക്ക്, വ്യവസായശാലയിൽ പോകേണ്ടത്, ടീച്ചർമാരല്ല, ഈ വക പണികളൊന്നും അവർക്ക് അവിടെ ഇല്ല. അവര് പുറത്തിറങ്ങിയാൽ അവരെ അപകടപ്പെടുത്താൻ വേണ്ടി മുനാഫിക്കുകൾ നടക്കുന്ന ഒരു സാഹചര്യം അല്ലാതെ അവിടെ വേറൊന്നുമില്ല. അവർക്ക് പുറത്തിറങ്ങിയ ഒരു പണി അവിടെ ചെയ്യാനില്ല. ഒരു പണി വേണ്ടേ? അതുകൊണ്ട് ആരോടെ പറയുന്നത്? നബിന്റെ ഭാര്യമാരോട് മാത്രമാണ് പറഞ്ഞത്. നബിന്റെ ഭാര്യമാരെ പ്രത്യേകം വിളിച്ചിട്ട് പറയാം. കാരണം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി. മുൻകാലത്ത് ആ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സ്ത്രീകളുടെ വേഷികളും മറ്റൊക്കെ ഉണ്ടായിരുന്നില്ല. അവരെ പോലെ ആ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം, നമ്മളെ ഭാഷയിൽ പറയുമ്പോൾ അഴിഞ്ഞാട്ടമായിട്ട് അങ്ങനെയുള്ള പ്രകടന നടത്തങ്ങളൊന്നും നടക്കണം. അത് നടന്നു കഴിഞ്ഞാൽ പല മുനാഫിക്കുകളും ദുസ്വഭാവികളും പല സാമൂഹ്യ വിരുദ്ധരും ഒക്കെ പിടികൂടാൻ നോക്കും. അതുകൊണ്ട് നിങ്ങൾ അടങ്ങിയിരുന്നാൽ. പിന്നെ വാക്കുന്ന സ്വലാത്ത് വാദ്യന സക്കാത്ത് വാദ്യനുള്ള റസൂല മറ്റു കാര്യങ്ങളൊന്നും ബാധകല്ല എന്നല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിവിലക്കുകൾ എന്തൊക്കെയാണോ അതൊക്കെ സൂക്ഷിച്ച് ജീവിക്കണം, നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, അതൊക്കെ വേണം എന്ന് പറഞ്ഞു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത്. ഇവിടെ മനസ്സിലാക്കണം. ഇത് ഇവരോട് തന്നെ പറയുന്നു. നിങ്ങളിൽ നിന്ന് വെടക്കത്തരം ഒഴിവാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വെടക്ക് അഭിസംബോധന ചെയ്ത് പറയാം. വീട്ടുകാരെ നിങ്ങളെ, അതായത് സ്ത്രീകളെ വിളിച്ച് ആദ്യം വിളിച്ചിട്ടുണ്ടല്ലോ നബിന്റെ ഭാര്യമാരെ, അവരോട് പറയാം, വീട്ടുകാരെ നിങ്ങളൊക്കെ ഒന്ന് ശുദ്ധിയായിട്ട് പരീക്ഷിച്ച് നിർത്തണം എന്നാണ്. നിങ്ങൾക്ക് ഈ അപകീർത്തികസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉപദേശിക്കുന്നത്. നിങ്ങൾ വളരെ നല്ല പരിശുദ്ധിയിൽ ഉയർത്തി നിർത്തണം എന്നുള്ള ഉദ്ദേശം അള്ളാഹുവിന് ഉണ്ടായത് കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ വീട് വിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോണ്ട,
അത് ഈ സാഹചര്യത്തിൽ പോകുന്നത്ര ഗുണകരമല്ല. ഇവിടെ സാമൂഹ്യ വിരുദ്ധർ ധാരാളമുണ്ട്. അത്തരക്കാർ പഴി നോക്കി നടക്കും. അതുകൊണ്ട് നിങ്ങൾ